ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനൊരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞങ്ങളിന്ന് കുറച്ച് കൂന്തൽ വാങ്ങിച്ചിട്ടുണ്ട്. അതൊന്ന് ക്ലീനിങ് ചെയ്യുന്ന വീഡിയോ ആണ് ഇട്ടിട്ടുള്ളത്. മിക്ക ആളുകൾക്കും അറിയായിരിക്കും, പക്ഷേ അറിയാത്തവരിലേക്കായിട്ട് ഉള്ള ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പം ഞാനിപ്പോൾ ഇവിടെ വാങ്ങിയിട്ടുള്ളത് 1 കിലോ കൂന്തലാണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം തിരക്കടില്ലാത്ത വലിപ്പത്തിലുള്ള കൂന്തലാണ് നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത്. ചുവന്ന കളറിലെ ഒരു പാടയോട് ചേർന്നിട്ടുള്ള കൂന്തലാണ്. അതിനൊരു പ്രത്യേക പേരൊക്കെ പറയും, അതിൻ്റെ ഒരു സ്പെഷ്യൽ പേരൊക്കെ ഉണ്ട് അതിന്. അത് എനിക്കറിയില്ല എന്താണ് പേരെന്ന് കേട്ടോ. അപ്പോൾ നമ്മളതിന് അതൊന്ന് ക്ലീനിങ് ചെയ്യാം. ആദ്യം നമുക്ക് കൂന്തളിനകത്തേക്ക് ആയിട്ട് നിൽക്കുന്ന കൂന്തളിൻ്റെ തലയൊന്ന് കൈകൊണ്ട് തന്നെ ഒന്ന് വലിച്ചൂരിയെടുക്കാം. എന്നിട്ട് നമ്മൾ ഇതേപോലെ അതിൻ്റെ ഉള്ളിലേക്ക് കത്തിയിട്ടിട്ട് ഒന്ന് മുറിച്ചെടുത്താൽ മതി. ഇതിങ്ങനെ മുറിച്ച് കഴിഞ്ഞാൽ നല്ല പെട്ടെന്ന് നമുക്ക് ക്ലീനാക്കി എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മളിങ്ങനെ മുറിച്ചെടുക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇതുപോലെ ഉള്ള വേസ്റ്റുകളൊക്കെ ഉണ്ടാവും, ഈ ഒരു കത്തി പോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ നമുക്ക് എടുത്ത് മാറ്റണം. ഇനി നമുക്ക് കത്തി കൊണ്ട് തന്നെ ഇതിൻ്റെ ഉള്ളിലൊന്ന് ഇതേപോലെ ഒന്ന് ഉരച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാ വേസ്റ്റുകളും നന്നായിട്ട് പോയി കിട്ടും കേട്ടോ. ഇനി നമുക്ക് അടുത്തതായിട്ട് ചെയ്യേണ്ടത് ഇതിൻ്റെ പുറത്തുള്ള ആ ചുവന്ന തൊലി കളയുക എന്നുള്ളതാണ്. അതിന് കത്തിയുടെ ആവശ്യമൊന്നുമില്ല. നമ്മൾ ഇതേപോലെ ഒന്ന് കൈകൊണ്ടൊന്ന് വലിച്ചൂരിയെടുത്താൽ പെട്ടെന്ന് ഇളകി കിട്ടുന്ന ഒരു സാധനമാണ് കേട്ടോ ഇതിൻ്റെ തൊലി. ഇതിൻ്റെ തൊലി എന്തായാലും നമ്മൾ കളഞ്ഞിരിക്കണം. ഇതിൻ്റെ തൊലിയോട് കൂടിയിട്ട് നമ്മൾ ഫുഡ്, കൂന്തൽ റോസ്റ്റും അതുപോലെ തന്നെ കൂന്തൽ റെസിപ്പികളൊക്കെ തയ്യാറാക്കുമ്പോൾ അത് ഈ തൊലി കളഞ്ഞിരിക്കണം. ഇത് ചിലപ്പോൾ മറ്റുള്ളവർക്ക് ചിലർക്ക് ഛർദിയും അതുപോലെ തന്നെ വയറുവേദനയൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് അതിൻ്റെ തൊലി ഇതേപോലെ ഒന്ന് കളഞ്ഞെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ കൂന്തൽ ഇതേപോലെയാണ് നന്നായിട്ട് ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള വേസ്റ്റുകളും പുറമേയുള്ള തൊലികളൊക്കെ ഇപ്പോൾ നമ്മൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് എല്ലാ കൂന്തളും ഇതേപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ഇനി ഞാൻ ഇതിൻ്റെ തലയാണ് കേട്ടോ ക്ലീൻ ചെയ്യുന്നത്. അപ്പം നമ്മൾ അതിൻ്റെ തലയോട് ചേർന്നിട്ടുള്ള അതിൻ്റെ കൈകളാണത്. അത് മറ്റുള്ള ജീവികളിൽ നിന്നും മീനുകളിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ ഉപയോഗിക്കുന്ന അതിൻ്റെ കൈകളാണ്. അപ്പോൾ അത് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു കട്ടിയുള്ള ഒരു കായ പോലത്തെ സംഭവം ഉണ്ടാവും. അതൊന്ന് നമ്മൾ എടുത്ത് കളയണം. എന്നിട്ട് നമ്മൾ അതിൻ്റെ ഈ ഒരു കൈകളിലുള്ള ആ ചുവന്ന പാട പോലത്തെ സംഭവം പറ്റാവുന്നത് നമുക്ക് ഇതേപോലെ കൈകളിൽ വെച്ചിട്ട് ഈ കത്തി കൊണ്ടൊന്ന് ഉരച്ച് കൊടുത്താൽ പോയി കിട്ടും. ചില ആളുകൾ കൂന്തൽ റെസിപ്പി തയ്യാറാക്കുമ്പോൾ ഇതുപോലെ ഈ നാര് പോലത്തെ സംഭവങ്ങളൊന്നും എടുക്കാറില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇതെടുക്കാറുണ്ട്. ഞങ്ങളിവിടെ വീട്ടിൽ തയ്യാറാക്കുമ്പോൾ എടുക്കാറുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ എല്ലാ തലകളും ഇതേപോലെ കട്ട് ചെയ്തിട്ട് വൃത്തിയാക്കി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കൂന്തളൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കൂന്തൾ എങ്ങനെയാണ് നന്നായിട്ട് വെള്ളത്തിൽ ക്ലീൻ എടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ക്ലീൻ ചെയ്തെടുത്തിട്ടുള്ള
കൂന്തളിലേക്ക് കുറച്ച് കല്ലുപ്പും 1 ടീസ്പൂൺ വിനാഗിരി കൂടി ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു കൊഴുപ്പ് പരുവത്തിലുള്ള ഇതേപോലെ നമ്മൾ കഴുകുമ്പോൾ പത വരുന്ന ഇത് കാണാം. അതിൻ്റെ ഒരു കൊഴുപ്പാണ് അത് ഇങ്ങനെ. അപ്പോൾ നമ്മുടെ ഉപ്പും അതുപോലെ തന്നെ വിനാഗിരിയും ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് അത് ക്ലീനായി കിട്ടും. ആ ഒരു പത വരുന്നത് നിൽക്കുന്നത് വരേക്ക് നമുക്ക് നന്നായിട്ട് കഴുകിയെടുക്കാം. കുറേ പ്രാവശ്യം കഴുകേണ്ടതുണ്ട്. ആ ഒരു പത പോയി കിട്ടുന്നത് വരെ നമുക്ക് 2 4 പ്രാവശ്യമൊക്കെ നന്നായിട്ട് ഇത് ഉലച്ച് കഴുകേണ്ടതുണ്ട്. ഇപ്പം ഞാൻ നമ്മുടെ കൂന്തളൊക്കെ നന്നായിട്ട് ഡീപ്പ് ക്ലീനിങ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഇഷ്ടമുള്ള പരുവത്തിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനൊരു കട്ടിംഗ് ബോർഡിൻ്റെ മുകളിൽ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ചെറുതാക്കി കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആകൃതിയിൽ കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ എല്ലാ കൂന്തളും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒന്നുകൂടി ഒന്ന് വെള്ളത്തിലിട്ട് കഴുകിയതിന് ശേഷം നമുക്കത് കോരിയെടുക്കാം. അപ്പോൾ നമ്മൾ റെസിപ്പി തയ്യാറാക്കാനായിട്ട് കൂന്തളൂടെ ക്ലീനായി